ഫീസ് സ്ട്രക്ചർ നമ്മളിപ്പം നമ്മുടെ കൺസൾട്ടൻസി പാറ്റേൺ ചെയ്തിരിക്കുന്നത് 3 രീതിയിലാണ്. ഒന്ന് മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് നഴ്സിംഗ് കോളേജ്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ കോളേജ്. അപ്പം നമുക്ക് ഏറ്റവും ഫീ കുറവുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ കോളേജ്. പക്ഷേ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ കാണുള്ളൂ, ഒരു നഴ്സിംഗ് കോളേജ് കാണത്തുള്ളൂ. അവർക്ക് അലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ടൈപ്പുള്ള ഹോസ്പിറ്റൽസിലായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടീസ് കിട്ടുന്നത്. ഓക്കെ. പക്ഷേ രണ്ടാമത്തത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ്. അതിനോട് ചേർന്നിട്ടുള്ള എന്താ പറയുന്നത് നഴ്സിംഗ് കോളേജ് ഉണ്ട്. അവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്നതിലോട്ട് നിങ്ങൾക്ക് ഡ്യൂട്ടിയോടൊപ്പം തന്നെ അവിടെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ മൂന്നാമത് മെഡിക്കൽ കോളേജ് ആണ്. എല്ലാ മെഡിക്കൽ കോളേജിലും നഴ്സിംഗ് സീറ്റ് ഉണ്ട്. അറൌണ്ട് ഒരു 100 സീറ്റ്സ് ഒക്കെ ഒരു മെഡിക്കൽ കോളേജിനായിട്ട് വരുന്നുണ്ട്. 100 സീറ്റ് വരെ ഒരു മെഡിക്കൽ കോളേജിനായിട്ട് അവരുടെ ഫെസിലിറ്റീസിനനുസരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പ്രോബ്ലി ഈ പറയുന്ന മെഡിക്കൽ കോളേജ് സീറ്റ്സിനായിരിക്കും റേറ്റ് കൂടുതൽ വരുന്നത്. ടോട്ടൽ പാക്കേജ് വരുമ്പോഴത്തേന് അറൌണ്ട് ഒരു 10 ലക്ഷത്തിന് മുകളിലൊക്കെ ഈ പറയുന്ന എന്താ പറയുന്നത് മെഡിക്കൽ കോളേജ്, തമിഴ്നാട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വരുന്നുണ്ട്. ഈ പറയുന്ന ഇപ്പോഴത്തെ നിലവിൽ ഇതാണ്. ഇത് അവസാനമൊക്കെ നമ്മൾ ഡൊണേഷൻ എമൗണ്ട് ഒക്കെ കൂടിയിട്ട് അവസാനം സമയമാകുമ്പോഴത്തേന് 13-14 ലക്ഷം രൂപ പോകുന്ന ചരിത്രമുണ്ട്. അവർ കമ്പയർ ടു കേരളത്തിൽ ഒരു മാനേജ് സീറ്റ് വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും തമിഴ്നാട്ടിലോ ബാംഗ്ലൂരോ നമുക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ് സീറ്റിനെ അപേക്ഷിച്ച റേറ്റ് കുറവ് എന്തായാലും തമിഴ്നാട് ഈ പറയുന്ന ബാംഗ്ലൂരായിരിക്കും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. 4 ലക്ഷം രൂപ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടോട്ടൽ പാക്കേജ് ഈ പറയുന്ന ഒരു 10-12 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല കോളേജുകാരും ഈ പറഞ്ഞ അഡ്മിഷൻ എന്താ ലെറ്റർ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻ എന്താ പറയാ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്കൊക്കെ ഓപ്പൺ ആണ്. അതിൽ തന്നെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇതിനൊരു ഐഡിയ വന്നിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് പലർക്കും പല പ്രശ്നം ഐഡിയാസ് കിട്ടിയിട്ടില്ല. 8 ലക്ഷം രൂപയുടെ ഒരു മിനിമം 8 ലക്ഷം രൂപയുടെ പാക്കേജുള്ള കോളേജുകളിൽ പഠിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഫെസിലിറ്റീസിന്റെ കുറവ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഈ 3 കാറ്റഗറിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഒരു 8 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ കോയമ്പത്തൂർ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്, മാർത്താണ്ഡം കോളേജുകളൊക്കെ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്, ചെന്നൈ, സേലം, പൂണ്ടിച്ചേരി അഡ്മിഷൻ ചെയ്യുന്നുണ്ട്, കാരക്കൽ, അങ്ങനെ മധുര, അങ്ങനെയുള്ള റീജിയണിലെല്ലാം നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ കോളേജസും ഹോസ്പിറ്റൽസ് നഴ്സിംഗ് കോളേജുമായിട്ട് ടൈപ്പുണ്ട്. അപ്പൊ നമുക്കത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാനും അതുപോലെ തന്നെ എമൗണ്ട് നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് നിങ്ങൾക്ക് ചിലവാക്കാൻ കഴിയും അതിനനുസരിച്ചുള്ള ക്യാമ്പസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മള് പേരൻസുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വന്നതാണ്. ഓക്കെ.